ടോം ചാക്കോയൊക്കെ കേരളം ആരാണ് ഭരിക്കുന്നതെന്ന് മനസ്സിലാക്കി കളിക്കുന്നത് നല്ലതായിരിക്കും. മുൻകോപിയാ ചെറിയ മൂലക്കുറിന്റെ അസ്കിതണ്ടേ അതൊന്നും പ്രശ്നമാക്കണ്ട. അതൊരു ഉദാഹരണം, പണ്ടെല്ലാം ഈ സെലിബ്രിറ്റി സ്റ്റാറ്റസും ഒരു സിനിമയുടെ ഫാൻസ് അസോസിയേഷന്റെ ഒരു മറവുമുണ്ടെങ്കിൽ ആ ഗ്യാരണ്ടിയിൽ എന്ത് ക്രിമിനൽ കുറ്റം ചെയ്താലും ഉള്ളിൽ പോകില്ല, ജയിലിൽ പോകില്ല എന്നൊരു ധൈര്യം ഉണ്ടായിരുന്നു. ഇവൻ നമ്മളെ കുഴപ്പിക്കാനുള്ള പരിപാടി, ഇവനിതിൽ എന്തോ കൈയുണ്ട്. ആ ധൈര്യമെല്ലാം കഴിഞ്ഞുപോയ കാര്യം ഷൈൻ ടോം ചാക്കോയ്ക്ക് നേരം വെളുക്കാത്തത് കൊണ്ടോ അദ്ദേഹം അത് ഇപ്പോഴും മയക്കത്തിലായതുകൊണ്ടോ അറിയാത്തതാണ്. അതുകൊണ്ട് കേരളത്തിൽ ഞാൻ പറയട്ടെ, കേരളത്തിൽ ആ കാലം കഴിഞ്ഞുപോയി. എന്നിട്ട് ഷൈൻ ടോം ചാക്കോയ്ക്കെതിരെ ഒരു നടപടിയും എടുക്കാൻ വയ്യാതെ സിനിമാ സംഘടനകൾ കുഴഞ്ഞു നിൽക്കുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. ഒരു കാര്യം ഉറപ്പാണ്, സിനിമാ സെറ്റുകളിൽ മയക്കുമരുന്ന് ഉപയോഗം ഉണ്ട് എന്നുള്ള കാര്യം എല്ലാവരും അറിഞ്ഞ കാര്യമാണ്. പക്ഷേ ഈ നടി നൽകിയ പരാതിയിൽ പോലും പറയുന്ന ഒരു കാര്യമുണ്ട്, ഈ ഷൈൻ ടോം ചാക്കോ ലഹരി ഉപയോഗിക്കുന്ന കാര്യം അതേ സിനിമയിലെ, ഈ സൂത്രവാക്യം സിനിമയിലെ സെറ്റിലുള്ളവർക്കും അറിയാമായിരുന്നുവെന്ന്. പക്ഷെ ഇതെല്ലാം അറിഞ്ഞിട്ടും കൂടെ സഹകരിക്കേണ്ടി വരികയാണല്ലോ നടീനടന്മാർക്കും ടെക്നീഷ്യൻസിനും ഒക്കെ. മഞ്ജുഷേ, ആദ്യമായി ഞാനത് പറഞ്ഞു, അതിന്റെ മറുപടി പറയുന്നതിന് മുമ്പ് പറയട്ടെ. ഇപ്പോൾ എ ആർ റഹ്മാന്റെ ഒരു ബൈറ്റാണ് ഞാൻ കേട്ടത്. അതായത് കേരളം ഭരിക്കുന്നത് ആരാണെന്ന് ഷൈൻ ടോമിനൊന്നും അറിയില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. എനിക്ക് ചിരി വന്നു, പൊട്ടിച്ചിരിക്കാൻ. അത് ആർക്കും ചിരി വരുന്ന ഒരു കാര്യമാണ്, ആർക്കും ചിരി വരുന്ന കാര്യമാണത്. ബാക്കി പറ. ആർക്കും ചിരി വരും. കാരണം കേരളം ഭരിക്കുന്നത് ആരാണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഇത്രയധികം ലഹരി വ്യാപനം കേരളത്തിൽ ഉണ്ടാവുമായിരുന്നില്ല. കേരളത്തിൽ നല്ല ഭരണകർത്താക്കൾ ഉണ്ടായിരുന്നെങ്കിൽ ഇത് സംഭവിക്കുമായിരുന്നില്ല എന്നുള്ളതാണ് ആമുഖമായി എനിക്ക് പറയാനുള്ളത്. എല്ലാവരും അത് തന്നെയാണ് പറയുന്നത്. ഇപ്പോൾ ജോസ് തോമസും അത് പറയുന്നത് കേട്ടു. ഇന്നത്തെ ഏറ്റവും രസകരമായ ഒരു കമന്റ് ആയിരുന്നു എന്ന്. അതാണ്, അതായത് ഞാൻ ഈ ചർച്ചയിൽ അല്പം വൈകിയാണ് കയറിയത്, അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞത് ഞാൻ കേട്ടില്ല. ഞാൻ പോകുന്നു. ബൈ ബൈ.